ആകാശവാണി. ചരക്ക് സേവന നികുതി നിരക്കിലെ പുത്തൻ തലമുറ പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ GST 2.0 അഥവാ പുതിയ ചരക്ക് സേവന നികുതി പ്രഖ്യാപിച്ചത്. സാധാരണക്കാരെ മാത്രമല്ല, തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾ, കർഷകർ, കൃഷി, ആരോഗ്യം തുടങ്ങി സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ചാലക ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ചരക്ക് സേവന നികുതി ഘടനയ്ക്കാണ് 56ാമത് GST കൌൺസിൽ യോഗം അംഗീകാരം നൽകിയത്. ഉപഭോഗം വർദ്ധിപ്പിച്ച് രാജ്യത്തെ വളർച്ചയെ പിന്താങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് GSTയിൽ വൻതോതിൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. 7 വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ അഴിച്ചുപണിയായി ഈ മാറ്റത്തെ കണക്കാക്കാം. 4 നികുതി സ്ലാബുകൾക്ക് പകരം 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളുള്ള നികുതി ഘടനയാകും ഇനി മുതൽ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന 12, 28% സ്ലാബുകൾ ഇനിയുണ്ടാകില്ല. പുതിയ നിരക്കുകൾ സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണ് പുത്തൻ തലമുറ പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. Citizen now has a choice to meet his aspirations and his expectations. He cannot say, look, I have the money because the income tax is reduced, but these items are beyond my affordability. Now everything has come down. I'll give you this number which is important. 99% of all the goods and services which are touched by GST are now either in 0 or in 5 or in 18. These reforms have been carried out with a focus on the common man. Every tax levied on common man's daily use items have gone through a rigorous looking into, and in most cases the rates have come down drastically. Labor intensive industries have been given a good support. Farmers and agriculture as a whole will also benefit by the decisions we have taken today. Health related also will benefit. So the key drivers of economy have been given a prominence. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്കും ക്യാൻസർ, അപൂർവ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന 3 മരുന്നുകൾക്കും ചരക്ക് സേവന നികുതി പൂർണ്ണമായി ഒഴിവാക്കി. ടേം ലൈഫ്, യുലിപ്, എൻഡോവ്മെന്റ് പോളിസികൾ തുടങ്ങിയ എല്ലാ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്കും, മുതിർന്ന പൌരന്മാർക്കുള്ള പോളിസികൾ, റീ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്കും GST ഒഴിവാക്കും. സാധാരണക്കാർക്ക് ഇൻഷുറൻസ് താങ്ങാനാവുന്നതാക്കി മാറ്റുന്നതിനും രാജ്യത്ത് ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. മരുന്നുകൾക്കുള്ള GST 12% നിന്ന് 5%, മെഡിക്കൽ, സർജിക്കൽ, ഡെന്റൽ, വെറ്ററിനറി ഉപകരണങ്ങൾക്കുള്ള GST 18% നിന്ന് 5% കുറച്ചു. ഹെയർ ഓയിൽ, ടോയ്ലറ്റ് സോപ്പ്, ഷാംപൂ, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സൈക്കിളുകൾ, കത്തി ഉൾപ്പെടെയുള്ള അടുക്കള ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ഇനി മുതൽ 5% GST മാത്രമേ ഉണ്ടാകൂ. പാൽ, പനീർ, ലഘുഭക്ഷണങ്ങൾ, ബ്രെഡ് എന്നിവയുൾപ്പെടെ 175 പൊതു ഉപഭോഗ ഇനങ്ങൾക്ക് GST ഒഴിവാക്കി. സോസുകൾ, പാസ്ത, ഇൻസ്റ്റന്റ് നൂഡിൽസ്, ചോക്ലേറ്റുകൾ, കോഫി, സംരക്ഷിത മാംസം, കോൺഫ്ലേക്സ്, വെണ്ണ, നെയ്യ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ GST 5% കുറച്ചതായും ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു. എയർ കണ്ടീഷനിംഗ് മെഷീനുകൾ, 32 ഇഞ്ചിൽ കൂടുതലുള്ള ടെലിവിഷനുകൾ, എല്ലാത്തരം TVകൾ, ഡിഷ് വാഷിംഗ് മെഷീനുകൾ, ചെറിയ കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ തുടങ്ങിയ വസ്തുക്കളുടെ GST സ്ലാബ് 28% നിന്ന് 12% കുറച്ചു. എല്ലാ കാർഷിക ഉപകരണങ്ങളുടെയും GST 12% നിന്ന് 5% കുറച്ചത് കർഷകർക്കും കാർഷിക മേഖലയ്ക്കും ഗുണം ചെയ്യും. GSTയിലെ പുത്തൻ തലമുറ പരിഷ്കാരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. സാധാരണക്കാർ, കർഷകർ, MSMEകൾ, മധ്യവർഗം, സ്ത്രീകൾ, യുവാക്കൾ എന്നിവർക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ GST നിരക്കുകൾ കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. अब GST और भी ज्यादा सिंपल हो गया है, सरल हो गया है. GST के मुख्यतः 2 ही रेट रह गए हैं, 5% और 18%. और 22 सितंबर सोमवार जब नवरात्र का पहला दिन है, और ये सारी चीजों का मातृशक्ति को संबंध तो बहुत ही रहता है, और इसलिए नवरात्रि के इस प्रथम दिवस पर GST का जो एक रिफॉर्म वर्जन है, नेक्स्ट जनरेशन रिफॉर्म किया हुआ, वो लागू हो जाएगा. രാജ്യത്ത് 2 സ്ലാബുകളുള്ള നികുതി ഘടന ഏർപ്പെടുത്തിയതുൾപ്പെടെ 56ാമത് GST കൌൺസിൽ യോഗത്തിലെ പ്രഖ്യാപനങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതായി ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് എക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ പ്രിയേഷ് CA അഭിപ്രായപ്പെട്ടു.
GST കൗൺസിലിന്റെ 56ാമത് മീറ്റിംഗിൽ സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. നമ്മുടെ 33ഓളം ലൈഫ് സേവിംഗ് മരുന്നുകളുടെ ടാക്സ് 0% മാറുന്നു. കർഷകർ വ്യാപകമായി ഉപയോഗിക്കുന്ന ബയോ ഫെർട്ടിലൈസേഴ്സ് പോലുള്ള കാർഷിക ഇൻപുട്ടിന്റെ ടാക്സ് 5% കുറയുന്നു. അങ്ങനെ വളരെ വിപ്ലവകരമായ തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടുന്ന പാവപ്പെട്ടവർക്കും കർഷകർക്കും സാധാരണക്കാർക്കും മിഡിൽ ക്ലാസിനും ഒക്കെയാണ്. ചെറിയ കാറുകളുടെ വില, നിത്യോപയോഗ സാധനങ്ങളുടെ വില, മറ്റ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ഇതിന്റെയൊക്കെ വില ഭയങ്കരമായി കുറയുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഉപഭോഗം വർദ്ധിക്കുകയും ആ ഉപഭോഗം വർദ്ധിക്കുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും റവന്യൂ വർദ്ധിക്കുകയും ജനക്ഷേമപരമായ കാര്യങ്ങളിലേക്ക് ചെലവഴിക്കുന്നതിന് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും. ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ ആരോഗ്യ സംരക്ഷണ ചെലവുകൾ കുറയ്ക്കുകയും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞു. ക്യാൻസർ, അപൂർവ രോഗചികിത്സ എന്നിവയുൾപ്പെടെ 36 ജീവൻ രക്ഷാ മരുന്നുകളുടെയും ആരോഗ്യ ലൈഫ് ഇൻഷുറൻസുകളുടെയും GST ഒഴിവാക്കിയതും സാധാരണക്കാർക്ക് ആശ്വാസമാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. GST നിരക്കിൽ വരുത്തിയ പരിഷ്കരണങ്ങളിൽ സാധാരണക്കാർക്കും സർക്കാരിനും വ്യവസായകരും ഒരുപോലെ പ്രയോജനകരമാണെന്ന് ഫിക്കി വൈസ് പ്രസിഡന്റ് വിജയ് ശങ്കർ പറഞ്ഞു. യുക്തിപൂർണമായ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. I think not just the common man, but industry, all the leaders of industry are extremely happy with this outcome. I think it's a win-win for everybody, for the common man, for the government, for industry, and whatever short-term revenue impact will definitely be more than made up in the medium to long term. I think it's a fantastic initiative by the government, and all kudos to the finance minister, to the honorable prime minister, to the states, to the GST council. I think it's a great initiative. ചരക്ക് സേവന നികുതിയിലെ പരിഷ്കാരങ്ങൾ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്നതിനോടൊപ്പം ആഡംബര വസ്തുക്കൾക്ക് ഉയർന്ന നികുതി ചുമത്തിയത് ശരിയായ തീരുമാനമാണെന്നും സാമ്പത്തിക വിദഗ്ധൻ BA പ്രകാശ് ആകാശവാണി വാർത്തകളോട് പ്രതികരിച്ചു. GST റേറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് സാധനങ്ങളും സർവീസസും മേടിക്കുമ്പോൾ ഗണ്യമായ ഒരു കുറവ് വരും. കൺസ്യൂമേഴ്സിനെയും ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ആഡംബര വസ്തുക്കൾക്ക് 40% നികുതി, അതിന് തീർച്ചയായിട്ടും ന്യായീകരണമുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു 40% ടാക്സ് ഇപ്പോൾ നിലയിൽ കൊണ്ടുവരുന്നതും തീർച്ചയായിട്ടും അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സംസ്ഥാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് GST. അപ്പോൾ അതിൽ വലിയൊരു കുറവ് വന്ന് സംസ്ഥാനങ്ങളുടെ ധനപ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ അതിന് ഗൗരവമായിട്ട് പരിശോധിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ മെക്കാനിസം കൊണ്ടുവരേണ്ടതും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ ചെറുകിട വ്യാപാരികളെയും ഉപഭോക്താക്കളെയും സഹായിക്കുക മാത്രമല്ല, ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അഖിലേന്ത്യാ വ്യാപാരി കോൺഫെഡറേഷൻ CAIT പ്രതികരിച്ചു. ഇൻഷുറൻസ് സേവനങ്ങളെ GSTയിൽ നിന്ന് ഒഴിവാക്കിയത് ഇടത്തരക്കാർക്ക് ഏറെ ആശ്വാസമായതായും CAIT വ്യക്തമാക്കി. GST പരിഷ്കാരങ്ങൾ ഏറെ സ്വീകാര്യവും ദീർഘനാളത്തെ ആവശ്യം സഫലമാക്കുന്നതുമാണെന്ന് കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CE ചാക്കുണ്ണി ആകാശവാണിയോട് പറഞ്ഞു. ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല, ഉപഭോക്താക്കൾക്കും സമസ്ത മേഖലകൾക്കും ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം കുറയുമെന്ന ആശങ്ക അസ്ഥാനത്താണ് നാം മനസ്സിലാക്കുന്നത്. എപ്പോഴെല്ലാം നികുതി കുറച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം വരുമാനം വർദ്ധിക്കേണ്ടത്. ഈ നികുതി ഇളവ് വരുമാന ചോർച്ചയ്ക്ക് തടയിടാനും കൂടുതൽ നികുതിദായകരെ, സേവനദാതാക്കളെ ഈ നെറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ് വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ അമൂൽ ഉൾപ്പെടെയുള്ള ക്ഷീരസഹകരണ മേഖലയിലെ പ്രമുഖ സംരംഭങ്ങളും സ്വാഗതം ചെയ്തു. പാൽ, പനീർ തുടങ്ങിയവയെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വെണ്ണ, നെയ്, പാൽപാത്രങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി 12% നിന്ന് 5% കുറച്ചു. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനും ഉൽപ്പന്നങ്ങളെ മത്സരക്ഷമമാക്കാനും നടപടി സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ നികുതി കുറയ്ക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് GST പരിഷ്കാരം വളരെയധികം നേട്ടമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. Consumers will benefit in a very big way with the reduction in taxes across the board on almost all items of our day-to-day need. The amount of changes made in process and procedure will contribute also to the ease of doing business. These lower rates will support growth of demand, and industry's scale of operation in the country will grow by leaps and bounds. Greater demand will lead to greater investment, greater jobs. സിമന്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ GSTയിൽ ഏർപ്പെടുത്തിയ ഇളവ് മികച്ച തീരുമാനമാണെന്നും
അതിലൂടെ സാധാരണക്കാരോടുള്ള സർക്കാരിന്റെ കരുതൽ വ്യക്തമായതായും പറയുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ KMML ജോലി ചെയ്യുന്ന അൻവർ ഷാ. സിമെന്റിന്റെ GST 28% എന്നുള്ളത് 18% ആക്കിയത് വളരെ ഉത്തമമായ ഒരു തീരുമാനമാണ്. കാരണം ഉൽപാദന മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. പ്രോജക്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, അതിന്റെയൊക്കെ കോസ്റ്റ് കുറയും. പിന്നെ ഉൽപാദന മേഖലയിൽ ഇത്തരം പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ കൂടും. ഒരുപാട് പേർക്ക് പുതിയതായിട്ട് ജോലി കിട്ടും. പിന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരും. ജനങ്ങളെ നേരിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഇടത്തരക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. माननीय प्रधानमंत्री जी की जो मिडिल क्लास परिवारों के प्रति निष्ठा है, वो निष्ठा समय समय पे हमको दिखाई दी है. कैसे इनकम टैक्स में एक बड़ा सुधार करके 12 लाख रुपए तक की इनकम टैक्स की मध्यम वर्गीय परिवारों को छूट मिली, वैसे ही एक बहुत बड़ा GST में रिफॉर्म्स करके माननीय प्रधानमंत्री जी ने मिडिल क्लास परिवारों को एक बहुत बड़ी राहत दी है. പുതുതായി അവതരിപ്പിച്ച GST നിരക്കുകൾ കാർഷിക മേഖലയിൽ മികച്ച സ്വാധീനം ചെലുത്തുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതികരിച്ചു. കാർഷിക ഉപകരണങ്ങളുടെ GST നിരക്കുകൾ കുറയുന്നത് കൃഷിച്ചെലവ് കുറയ്ക്കുകയും അതുവഴി കർഷകരുടെ ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജൈവ കീടനാശിനികളുടെയും സൂക്ഷ്മ പോഷകങ്ങളുടെയും GSTയിലെ കുറവ് ജൈവ വളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്ര കൃഷിമന്ത്രി വ്യക്തമാക്കി. GST പരിഷ്കരണത്തിലൂടെ കൃഷി ഉപകരണങ്ങൾക്ക് വരുന്ന വിലക്കുറവ് ഏറെ ആശ്വാസകരമാകുമെന്ന് കണ്ണൂരിൽ നിന്നുള്ള കൂൺ കർഷകൻ ഷമീർ തില്ലങ്കേരി പറഞ്ഞു. പുതിയ GST പരിഷ്കാരം തികച്ചും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ബെനിഫിറ്റ് കിട്ടിയതെന്ന് പറയുന്നത് കാലങ്ങളായിട്ട് GST വന്നതിന് ശേഷം ഹൈടെക് മഷ്റൂം ഫാർമർ യൂസ് ചെയ്യുന്നതാണ് ഫാൻ ആൻഡ് പാഡുകൾ. ഇതില് 90% പേപ്പറാണ്, വേണം 95 എന്ന് വേണമെങ്കിൽ പറയാം. പേപ്പറാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചെറിയ രീതിയിലുള്ള ഒരു അലൂമിനിയം വരുന്നത് കൊണ്ട് അത് 18% അതിന്റെ GST എന്ന് പറയുന്നത്. അതിപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് 5% ഒതുങ്ങുകയാണ്. തികച്ചും നമുക്കത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന ഫാനുകൾ, അതുപോലെ ഇപ്പൊ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് ഷാഫ് കട്ടറിന് ഓർഡർ ചെയ്തത്. അതിന് വരുന്നത് 18%. ചെറിയൊരു മോട്ടർ വരുന്നത് കൊണ്ട് മാത്രമാണ് അത് 18% പോകുന്നത്. അപ്പോൾ അത് 5%. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് ഞങ്ങളെ പോലുള്ള കർഷകർക്ക് വളരെ ഉപകാരമാവും. എല്ലാ ആൾക്കാർക്കും ഇതൊരു നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഇതിനെ കൊണ്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചരക്ക് സേവന നികുതിയിൽ കൊണ്ടുവന്ന പുതുതലമുറ പരിഷ്കാരങ്ങൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പരോക്ഷ നികുതി പരിഷ്കാരങ്ങളുടെ ഭാഗമായി പാക്കിംഗ് സാമഗ്രികൾ, പെട്ടികൾ, കാർട്ടണുകൾ എന്നിവയുടെ വിലയിൽ കുറവുണ്ടാകും. ഷിപ്മെന്റ് ചിലവ് കുറയ്ക്കാനും ഓൺലൈൻ വിപണനം ഉൾപ്പെടെയുള്ള മേഖലകളെ മത്സരക്ഷമമാക്കാനും ഇത് സഹായിക്കും. ട്രക്കുകൾ, ഡെലിവറി വാനുകൾ എന്നിവയുടെ നികുതി 28% നിന്ന് 18% കുറച്ചു. വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിക്കാനും ചരക്കു നീക്ക ചെലവ് കുറയ്ക്കാനും ഇത് വഴിവെക്കും. ഇ-കൊമേഴ്സ്, ചെറുകിട വാണിജ്യങ്ങൾ എന്നിവർക്കുൾപ്പെടെ പരിഷ്കാരങ്ങൾ ഗുണം ചെയ്യുമെന്ന് മേഖലയിലെ നിരവധി സംരംഭകർ പ്രതികരിച്ചു. ചെറുകിട ഇടത്തര സംരംഭങ്ങൾ, ചെറുകിട വ്യാപാരികൾ, സ്ത്രീകൾ, യുവാക്കൾ, മധ്യവർഗം എന്നിവർക്ക് ആശ്വാസം പകരുന്നതും ഇന്ത്യയിലുടനീളം വ്യാപാരം എളുപ്പമാക്കുന്നതും ഉറപ്പാക്കുന്നതുമായ ഒരു പരിവർത്തന ഘട്ടമാണ് പുതിയ പരിഷ്കാരങ്ങളെന്ന് കേന്ദ്ര റോഡ് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ഇത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. GST പരിഷ്കരണത്തിലൂടെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതോടൊപ്പം പുത്തൻ തലമുറ പരിവർത്തനത്തിന്റെ മുഴുവൻ പ്രയോജനവും ജനങ്ങൾക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സർക്കാർ പരിശ്രമിക്കുകയാണ്. നിങ്ങൾ കേട്ടത് ചരക്ക് സേവന നികുതി നിരക്കിലെ പുത്തൻ തലമുറ പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പാർവതി വിജയൻ.